ഈ യൂട്യൂബറെ മണ്ണോട്ട് മാത്രമല്ല പടം ഹിറ്റാവും. യൂട്യൂബർ മാത്രമല്ല സോലോന് ഞാൻ പറഞ്ഞത്, ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഇപ്പൊ ഒരാഴ്ചത്തെ സമയം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ സ്പീഡി ആയിട്ട് മൗത്ത് പബ്ലിസിറ്റിയും കൂടി ഉണ്ടാകുന്നു. ആദ്യത്തെ ദിവസം തന്നെ പോകും. ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നല്ലതാണെങ്കിലും ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോയി. പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം, ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന കുഴപ്പങ്ങൾ പറയട്ടെ, തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കൂ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയല്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? തെറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇത് ഉണ്ടാവും. പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാം. ഇപ്പോൾ ഇതിന്റെ കൂടെ മറ്റു കണക്കുകൾ വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം, അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി. റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിന് റീഷൂട്ട് നടത്തി പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങളിൽ നടക്കാറുണ്ട്. ഇപ്പോ ലൈക്കയുടെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിന്റെ 24 മിനിറ്റോളം അത് കട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നടന്നിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിലെ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ മലയാളത്തിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ഇപ്പൊ ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ്. മലയാളത്തില് ആദ്യം തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങള്, അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളെ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്നു. പടങ്ങൾ നല്ലതായിരുന്നു, നന്നായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ കൊണ്ട്, അസിസ്റ്റന്റ് എഡിറ്ററെ കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റി, ലെങ്ത് കൂടി പോയിട്ട് അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സിനിമ ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇതുവരെ എനിക്ക് എന്റെ മിക്കവാറും പല സിനിമകളും നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടെ അന്ന് ഇവരാരും വിമർശിച്ചിട്ടാണെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല, ഇന്ത്യനെ ഇപ്പം കൂടി ഇവര് പറഞ്ഞിട്ടല്ല, അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്നു, ഞാൻ കെട്ടിക്കളയും. ഞങ്ങള് വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്, അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവര് പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നത്. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ പറ്റൂ. അവര് നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണ് എന്ന് വെച്ചാൽ, എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ, ഏറ്റവും മെച്ചമുള്ള സിനിമ അവര് ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് പിറകെ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത്. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ റിവ്യൂ നടത്തിട്ട് ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ്
മുടക്കിയ ഒരു സാധനമാണ് വന്നു നിന്നുകൊണ്ട് ഒരു ക്യാമറ, ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇത് ഒരു വായിക്ക് കൊള്ളില്ല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കിലിട്ട് കുത്തുന്ന പോലാണ്, അയാളുടെ ജീവിതമാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർ അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം, നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. നമ്മളിപ്പോ ഈ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് മലയാള സിനിമയിൽ തന്നെ ഇപ്പോ പല ആളുകളും ഈ യൂട്യൂബേഴ്സ് നല്ല റിവ്യൂ പറഞ്ഞാൽ ആ നല്ല റിവ്യൂവിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോ എന്തുകൊണ്ട് നല്ല ഭാഗങ്ങൾ പറയുന്നത്, നല്ല ഭാഗങ്ങൾ അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യാൻ അയാൾക്ക് കാശ് കിട്ടുന്ന, അയാളെ പെട്ടി കാശ് കിട്ടുന്നതാണ്, കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്നതാണ്. ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങള് 4-5 പടങ്ങൾ ഒഴിച്ചാൽ പടങ്ങള് പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തൂക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിരിക്കും. നമുക്ക് എന്താന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പോ ഇതിപ്പോ അവരെ പിടിച്ചു, അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലേ നടക്കും. തിയേറ്ററിന്റെ കളക്ഷനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഞാനും എന്റെ ഫാമിലി പറയുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന 4 പേര് ഒരു തമിഴ് പടമാണ്. അതിന് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് 4 പേര് വന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുക. 4 പേര് ഞാൻ ചാടി എണീറ്റ് ഞാൻ ഇവിടെ ചെയ്യാൻ ഒക്കില്ല എന്ന് പറയുമ്പോ ഒരുത്തൻ എന്റെ അടുത്ത് പറയാണ് താൻ കൊണ്ടുപോയി കേസ് തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ അപ്പൊ വിളിച്ചേനെ, വെറുതെ അപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ് ഞങ്ങൾ വെറുതെ ഒരു ഷോട്ടേ എടുത്തുള്ളൂ, ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർക്ക് പറ്റത്തുമില്ല, അംഗീകാരമില്ല. അത് ഓരോരുത്തരും ചെയ്യുക, അതിന്റെ കുറെ ക്ലിപ്പ് എടുക്കുക, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവര് ഇന്റർവ്യൂവിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാരാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ തിയേറ്ററുകാർ ഞങ്ങളിപ്പോ ഞാൻ മാത്രം എല്ലാ തിയേറ്ററിലും പോയി നോക്കാൻ ഒക്കില്ല, തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇതിനു വേണ്ടി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥന്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ. പേരിസ് പ്ലസിൽ പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവര് ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി. എത്ര നിങ്ങളൊന്ന് ആലോചിച്ചു. പിന്നെ ടെലഗ്രാം പോലൊരു ആപ്പ്, അതിന്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിന്റെ അകത്തുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ പോവാണ്. നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോകും. അല്ല പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. ആ എല്ലാ പടങ്ങളും വരില്ലേ. ഇത് പോയിരുന്നു ഇപ്പൊ നമ്മുടെ എല്ലാ സ്ഥലത്തും റിലീസ് എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യേണ്ടത്. ഇപ്പൊ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസ് സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ് സെന്റർ ചെയ്ത്. ഒരു 4-5 മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടി പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കും. തിയേറ്ററുകൾ ജാഗ്രത പുലർത്തുമെന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീർച്ചയായിട്ടും പറയും. തീർച്ചയായിട്ടും ഇപ്പൊ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം കൊണ്ട് അതിൽ ഞങ്ങൾ സംസാരിക്കും.